നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാളം മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാം പ്രദർശിപ്പിച്ചാൽ വീട്ടിൽ കയറിയ കള്ളന്മാർ സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളെ ആക്രമിക്കാനോ വീട് നശിപ്പിക്കാനോ താല്പര്യമില്ല. ഞങ്ങൾ ഈ സോഫയിൽ ഇരിക്കും. പണവും ആഭരണങ്ങളും എടുത്തുകൊണ്ടുവരിക. ഭയന്ന് വിറച്ച് എല്ലാം കൊണ്ടുവന്ന സ്ത്രീയോട് അവർ പറഞ്ഞു, ഞങ്ങളെ കബളിപ്പിക്കരുത്. വിവാഹ വാർഷികത്തിന് ഭർത്താവ് വാങ്ങിത്തന്ന വജ്രമാല എവിടെ? അവൾ അതെടുത്ത് നൽകി. അവർ വീണ്ടും ചോദിച്ചു, ദുബായിലുള്ള ചേച്ചി തന്ന വാച്ച് എവിടെ? അതും കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാപ്പി വേണം. ഇന്നലെ മിച്ചം വന്ന ചോക്ലേറ്റും കേക്കും വേണം. എല്ലാം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ വളരെ പ്രൊഫഷണലാണ്, എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എങ്ങനെ മനസ്സിലാക്കി? അവർ പറഞ്ഞു, നമ്മൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ്, താങ്കളുടെ എല്ലാ പോസ്റ്റുകളും വായിക്കാറുണ്ട്. എല്ലാം പൊതുദർശനത്തിന് വെക്കേണ്ടതല്ല. അത് സന്തോഷമായാലും സങ്കടമായാലും സമ്പാദ്യമായാലും സ്വകാര്യതകളില്ലാതെ ഒരാൾക്കും സമാധാനമായി ജീവിക്കാനാകില്ല. മറ്റാരും മനസ്സിലാക്കേണ്ടാത്തതും മനസ്സിലാക്കരുതാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. അത് ശീലങ്ങളാകാം, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളാകാം, ചിന്തകളാകാം, ന്യൂനതകളാകാം. അവയൊന്നും വെളിപ്പെടുത്താൻ പാടുള്ളവയല്ല. എന്തൊക്കെ പ്രദർശിപ്പിക്കുന്നു എന്നത് മാത്രമല്ല ആളുകളുടെ നിലവാരം തീരുമാനിക്കുന്നത്, എന്തൊക്കെ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നതും കൂടിയാണ്. തങ്ങൾക്കുള്ളവയല്ല മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യപ്പെടുത്തുന്നവയാണ് ആരാധന സൃഷ്ടിക്കുന്നതെന്ന തെറ്റിദ്ധാരണയാണ്. സ്വന്തം സ്വകാര്യതകൾ വിളിച്ചു പറയുന്നവരെല്ലാം അതേ കാര്യങ്ങളുടെ പേരിൽ ക്രൂശിക്കപ്പെടും. എല്ലാം പരസ്യപ്പെടുത്തണമെന്നത് അഹംബോധമാണ്. ആ ശീലം സൃഷ്ടിക്കുന്ന മറ്റൊരപകടം കൂടിയുണ്ട്. പ്രദർശനത്തിന് വേണ്ടി മാത്രമായി പലതും ചെയ്തു തുടങ്ങും. എന്തും പങ്കുവയ്ക്കുന്നതിന് മുൻപ് ചില ചോദ്യങ്ങൾ നല്ലതാണ്. ഇത് ആവശ്യമുള്ളതാണോ? ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ആർക്കൊക്കെ ഇത് ദൃശ്യമാകും? തുടങ്ങിയ ചിന്തകൾ പക്വതയുടെ അടയാളമാണ്. എല്ലാ കാഴ്ചക്കാരും അഭ്യുദയകാംക്ഷികളല്ല. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ആരോടെന്ത് പങ്കുവയ്ക്കണം എന്ന വകതിരിവാണ് ജീവിതം ക്രിയാത്മകവും സമ്പന്നവുമാക്കുന്നത്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം. ഒന്നാമനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു.